സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന LDC തിരുവനന്തപുരത്തിൻ്റെ ചെറിയൊരു അനാലിസിസ് ആണ്. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂട്ടിയിട്ട് ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ മലയാളത്തിൽ 7 ചോദ്യവും ഇംഗ്ലീഷിൽ 6 ചോദ്യവും മാത്സിൽ 6 ചോദ്യവും അത് മാത്രം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ശരാശരി ഒരു 19 മാർക്കോളം അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി മീഡിയം ക്വസ്റ്റ്യൻ കൂടി എഴുതിയ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഏകദേശം 26 മാർക്കോളം ആ മേഖലയിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ അടുത്ത ഭാഗമായിട്ടുള്ള കറണ്ട് അഫെയർ, GK, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, IT സുപ്രധാന നിയമം നോക്കുകയാണെങ്കിൽ കറണ്ട് അഫെയറിൽ നിന്ന് 11ഉം GK 17 ചോദ്യവും സയൻസ് ഭാഗത്തു നിന്ന് 7 ചോദ്യവും IT 2ഉം സുപ്രധാന നിയമം 3ഉം ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് മാത്രം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ അവിടെ 40 മാർക്ക് സ്കോർ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ മീഡിയം ക്വസ്റ്റ്യൻ കൂടെ ഒരു ഉദ്യോഗാർത്ഥി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ 56 മാർക്ക് ശരാശരി സ്കോർ ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ ലഭിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും മാത്സും കൂട്ടിയിട്ട് 19 മാർക്കും, അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ CA, IT, സയൻസ്, സുപ്രധാന നിയമങ്ങൾ കൂടെ ഒരു 40 മാർക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടലി അവിടെ ഒരു 59 മാർക്ക് വരെ, ശരാശരി 59, 60 മാർക്ക് വരെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥികൾക്ക് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് ലഭിക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അത്യാവശ്യം മീഡിയം ക്വസ്റ്റ്യനും ഹാർഡ് ക്വസ്റ്റ്യനും ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും മാത്സും കൂട്ടി ഒരു 26 മാർക്കും, അതുപോലെ IT, കറണ്ട് അഫെയർ, സയൻസ്, സുപ്രധാന നിയമങ്ങളിൽ നിന്നും ഒരു 56 മാർക്കും വരെ സ്കോർ ചെയ്തിട്ടുണ്ടാവും. ടോട്ടൽ അയാൾക്ക് 26 മാർക്കും 56ഉം ഏകദേശം ഒരു 82 മാർക്ക് വരെ നല്ലോണം പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുന്നതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു 60 മുതൽ ഒരു 65 വരെയുള്ള മാർക്കുള്ള ആൾക്കാർക്ക് അത്യാവശ്യം സേഫായിട്ടുള്ള ഒരു സ്കോറാണ് എന്നാണ് നമ്മുടെ ചാനൽ വിചാരിക്കുന്നത്. അതിൻ്റെ കൂടിയാലൊരു 1-2 മാർക്ക് കൂടുകയും കുറഞ്ഞാലൊരു 2 മാർക്കോ വരെ കുറയുവാനും സാധ്യതയുണ്ട്. ഇനിയും ഇതുപോലത്തെ അനാലിസിസ് വീഡിയോവും PSC അപ്ഡേറ്റുകളും നിങ്ങൾ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്.